ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം രാജിവെച്ചതോടെ വലിയ ആഘോഷമാണ് ജന്തർ മന്ദിറിന്റെ അകത്ത് നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് SFIയുടെ സമരവേദിക്ക് പുറത്താണ്. സമരവേദിക്ക് പുറത്ത് SFIയുടെ വലിയ ആഘോഷം കാണുന്നുണ്ട്. ആദർശം സജി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. നേരത്തെ വലിയ പോലീസ് നടപടി ഇവിടെ ഉണ്ടായപ്പോൾ, സംഘർഷം ഉണ്ടായപ്പോൾ നിരാഹാരത്തിലേക്കൊക്കെ ആദർശം അടക്കമുള്ള ആളുകൾ പോയിരുന്നു. ആ വലിയ വിജയമാണ് എന്താണെങ്കിലും ഇപ്പോൾ അവർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശമൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വിജയമാണല്ലോ. ഇന്ത്യൻ ഹിറ്റ്ലർ വിദ്യാർത്ഥി സമരത്തിന്റെ മുൻപിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഹിറ്റ്ലർ പരാജയപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾ ആകമാനം സംഘടിച്ച് ഇന്ത്യൻ ഹിറ്റ്ലറിനെതിരെ വന്നപ്പോൾ വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു മഹാവിജയമാണ്. പോലീസിനെ ഉപയോഗിച്ച് ദാരുണമായി ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ വിദ്യാർത്ഥികൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് നരേന്ദ്രമോദി അമിത്ഷായും കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ കടന്നു വന്നു. സമരം വിജയിപ്പിച്ച് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ്, ഇന്ത്യൻ ബഹുസ്വരതയുടെ വിജയമാണ്, ഇന്ത്യൻ ഐക്യത്തിന്റെ വിജയം കൂടി. പുതിയ അധ്യായമാണ്. കാരണം മോദി സർക്കാർ ഇങ്ങനെ തലകുറിച്ച് നമ്മളെവിടെ കണ്ടിട്ടില്ല. അതായത് നരേന്ദ്രമോദിയുടെ വിശ്വസ്തന്റെ വിക്കറ്റ് വീണു. വരും ദിവസത്തിൽ അധികം താമസിക്കേണ്ട നരേന്ദ്രമോദിയുടെ വിക്കറ്റും ഇന്ത്യൻ ജനത ചോദിച്ചു വാങ്ങും. ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ നരേന്ദ്രമോദിയും സംഘപരിവാറും RSSും അടിയറവ് പറയും. ഇത് ഏതൊക്കെ നിലയിലാണ് ഈ സമരത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത്? ഇത് പാകിസ്ഥാനികളുടെ സമരമാണ്, ചൈനൻ ഫെഡറൽ സമരമാണ്, തീവ്രവാദികളുടെ രണ്ടാം ഗ്രൂപ്പാണ് ഇവിടെ. തീവ്രവാദികൾക്ക് മുന്നിലാണ് അവർ പരാജയപ്പെട്ടത്. ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു നരേന്ദ്രമോദി. സമരത്തിന്റെ ഭാഗമായ ആളാണ്. പ്രത്യേകിച്ച് അണ്ണാ ഹസാരെ മൂവ്മെന്റിന് ശേഷം നടക്കുന്ന വലിയ മൂവ്മെന്റ് ആണ്. അതിൽ നിരാഹാരം ഇരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അതിലേക്ക് എങ്ങനെയാണ് കാണുന്നത്? ഇത് രാജ്യത്തെ വീണ്ടെടുക്കുന്നതിന്റെ ഒരു സമരമാണ്. SFI എന്ന നിലയിൽ SFI ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം. മെയ് 12-ാം തീയതി പരീക്ഷ റദ്ദ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു SFI മാത്രമാണ് ഒരു വിദ്യാർത്ഥി സംഘടന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അന്ന് തുടങ്ങിയ സമരമാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 മാസക്കാലം രാജ്യത്ത് ജന്തർമന്ത്രി മാത്രമല്ല രാജ്യവ്യാപകമായി 24 സംസ്ഥാനങ്ങളിലാണ് സമരം നടത്തിയത്. അതായത് രാജ്യത്തെ ജനങ്ങളാകെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നു. ആ സമരത്തിന്റെ മുന്നിൽ നരേന്ദ്രമോദി പരാജയപ്പെട്ടു. പല സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളെ ദാരുണമായി ആക്രമിച്ചു. ഞങ്ങളുടെ ബീഹാർ സംസ്ഥാന പ്രസിഡന്റ് കാന്തി കുമാരി കഴിഞ്ഞ 34 ദിവസമായി ജയിലിലാണ്. അവിടെ ഒരു കോളേജ് സ്ഥാപിക്കണം, നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചൂണ്ടിക്കാണി നടത്തിയതിന് കഴിഞ്ഞ 34 ദിവസമായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വനിത ജയിലിലാണ്. എത്രയൊക്കെ ജയിലുണ്ടെങ്കിലും എത്രത്തെ പോലീസിനെ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇന്ത്യൻ ജനത പരാജയപ്പെടാൻ പിന്നോട്ട് പോകാൻ തയ്യാറല്ല. രാജ്യവ്യാപകമായി വരും ദിവസങ്ങളിൽ ഇത് വിജയാഹ്ലാദ ദിവസമായി ഞങ്ങൾ പ്രഖ്യാപിച്ച ഘട്ടങ്ങളിൽ പ്രവർത്തകരെ മൃഗീയമായി തന്നെ മർദ്ദിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഏകദേശം 1000-ഓളം പ്രവർത്തകരാണ് തല്ലിച്ചതച്ചത് പോലീസ്. ഈ SFIയുടെ സമരപ്പന്തൽ കാണാം. ഇതിനു മുമ്പ് ഈ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കണ്ടതാണ്. ഈ സമരപ്പന്തൽ നിരാഹാരം ഇരുന്ന ഈ പന്തലിലേക്കാണ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചത്. അകത്തുവന്ന് ലാത്തി ചാർജ് നടത്തി. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോകുന്നവർ പ്രഖ്യാപിച്ചത് ഇവിടെ കണ്ട അടുത്ത ദിവസം 1000 ഇവിടെ വന്നു. സമരം തുടരുകയാണ്. ഞങ്ങൾ ഇത് പരാജയപ്പെടുന്നില്ല, പിന്നോട്ട് പോകുന്നില്ല, ശക്തമായി മുന്നോട്ട് പോകും. ഇവിടെ ഞങ്ങൾ പ്രധാനമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി അത് പിൻവലിക്കുക കൂടെ ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള സമരം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച് അതിനെയും കൂടെ പിരിച്ചുവിടുക എന്നൊരാവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷെ ഇത് വിദ്യാർത്ഥികളുടെ സമരവിജയമാണ്, ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യത്തിന്റെ വിജയം കൂടിയായിട്ടാണ്. ആദർശക ഈ സമരത്തിന് ഒരുപാട് നേരം ഇവിടെ ചെലവഴിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്ത ആൾക്കാരാണ്. അവരുടെ ഒരു സമരത്തിന്റെ വിജയം അവർ വലിയ തരത്തിൽ ആഘോഷിക്കുന്നു. നമ്മൾ കണ്ടത് SFIയുടെ സമരവേദിയാണ്. വലിയ ആവേശം, കൊട്ടും പാട്ടും ഒക്കെ. നേരത്തെ ഇവിടെ ടിയർ ഗ്യാസ് പ്രയോഗവും അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ കണ്ണീർ സമരവിജയമാണ് നമ്മൾ കാണുന്നത്. പാറ്റ ഷോക്കാണ്. കേന്ദ്ര സർക്കാരിന് വിക്കറ്റ് വീഴ്ത്തിയിരിക്കുന്നു. പാറ്റകൾ PR സുനിലുണ്ട്. PR സുനിൽ, അതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ആസാദി മുദ്രാവാക്യം ഉൾപ്പെടെ മുഴങ്ങിക്കേട്ട ജന്തർ മന്ദിറിൽ അവർ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതാണ് കാണുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നുകൂടിയാണ് പ്രക്ഷോഭകർ പറയുന്നത്. PR സുനിൽ, വിനീത, രാഷ്ട്രീയമായി
ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു സമരം തന്നെയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് ഒരു സങ്കല്പമായിരുന്നു, CJP എന്നത് രാഷ്ട്രീയ സങ്കല്പമായിരുന്നു. ആ രാഷ്ട്രീയ സങ്കല്പമാകുമ്പോഴും ഈ സമരത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഇവിടെ തിളച്ചുമറിയുന്ന ഈ യുവാക്കൾ എന്ന് പറയുന്നത്. കാരണം യുവാക്കളുടെ വികാരം ആളിക്കത്തിയ ഒരു സമരമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികം കാലം മുഴങ്ങിക്കേൾക്കാത്ത ഒരു ശബ്ദം ഇവിടെ മുഴങ്ങി എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ശബ്ദത്തിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുകുത്തേണ്ടി വന്നു എന്നിടത്താണ് ഇതിന്റെ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം. ഈ വിദ്യാർത്ഥികൾ ഒരു രാഷ്ട്രീയത്തിന്റെ തണലില്ലാതെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയില്ലാതെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കവചമില്ലാതെയാണ് ഇവിടേക്ക് വന്നത്. അത് കഴിഞ്ഞ 10-12 വർഷക്കാലം, 10-13 വർഷക്കാലം കേന്ദ്ര സർക്കാരിന്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള പരീക്ഷകളിലുണ്ടായ തട്ടിപ്പുകൾ, ആ തട്ടിപ്പുകളിൽ യാതൊരു നടപടിയും എടുക്കാത്ത സാഹചര്യം, ഇതടക്കമുള്ള വിഷയങ്ങളിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അസ്വസ്ഥരായ, വലിയ ആശങ്കയിലായ, ജീവിതം തന്നെ ആശങ്കയിലായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ പ്രതിഷേധവുമായി വരികയാണ്. അപ്പോഴാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്നത് തൊഴിലില്ലാത്തവർ കോക്രോച്ചുകളെ പോലെ ശല്യപ്പെടുത്തുകയാണ് എന്നൊരു പരാമർശം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത നടത്തുന്നത്. അപ്പോൾ ആ പരാമർശത്തിൽ നിന്നുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാവുകയും ആ പാർട്ടി പിന്നീട് ഇങ്ങനെയൊരു സമരമായി മാറുകയുമായിരുന്നു. ഇതൊരു പോരാട്ടമായി മാറുകയുമായിരുന്നു. ആ പോരാട്ടത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയമായി മുട്ടുമടക്കി എന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടത് ഒരു കാരണവശാലും രാജി ഉണ്ടാകില്ല എന്നുള്ളതാണ്. രാജിവെച്ച് ഒരു ഒത്തുതീർപ്പ് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നത്. അത് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണ്, ഇതൊരു രാഷ്ട്രീയ വിജയമാണ് എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ പാർട്ടികളും ഈ സമരം വളരെ ശക്തമായി തന്നെ ഏറ്റെടുത്തു. പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രാഷ്ട്രീയ വിജയം തന്നെയാണ്. ഈ സമരത്തിന് തുടക്കത്തിലൊക്കെ തന്നെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടായി പിന്തുണ നൽകിയിരുന്നില്ല, അതും നമുക്കറിയാം. കോൺഗ്രസ് ഒക്കെ തന്നെ ഏറെ വൈകിയാണ് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത്. നമുക്കറിയാലോ, ഈ സമരത്തിന്റെ അവസാന നാളുകളിലാണ് പവൻ ഖേരിയെ പോലുള്ള നേതാക്കൾ ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. അപ്പോഴും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ ആ ഘട്ടങ്ങളിലൊന്നും തന്നെ കോൺഗ്രസ് അടക്കം നൽകിയിരുന്നില്ല. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ സമര പോരാട്ടം തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികളെയും സമ്മർദ്ദത്തിലാക്കി. ഈ സമരത്തിന് പിന്തുണ നൽകി രംഗത്ത് വരാൻ പ്രതിപക്ഷ പാർട്ടികളും സമ്മർദ്ദത്തിലായി എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികളും ഈ സമരം പാർലമെന്റിനുള്ളിൽ ഏറ്റെടുക്കുന്നത്. പാർലമെന്റിനുള്ളിൽ വലിയ സമരശബ്ദമായി പ്രതിപക്ഷ പാർട്ടികളും മാറിയത്. അതോടുകൂടി അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് വലിയ സമ്മർദ്ദമായി, നരേന്ദ്രമോദിക്ക് വലിയ സമ്മർദ്ദമായി. ഒരുപാട് ശ്രമങ്ങൾ നടത്തി. NTA-യിൽ വലിയ അഴിച്ചുപണി, ഒരുപാട് ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു, അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ, നിയമം മൂലം പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ, അതിനുള്ള നിയമരൂപീകരണത്തിനുള്ള ഭേദഗതി ബില്ല് ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുന്നു. ഇതടക്കമുള്ള ഒരുപാട് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ ഈ CJP, ഈ യുവാക്കൾ അടങ്ങിയില്ല. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് തന്നെ ആവശ്യപ്പെട്ടു. ഒടുവിൽ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പുറത്തേക്ക് പോവുക തന്നെ ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ വിജയമാണ്, ഒരു സമരത്തിന്റെ വിജയമാണ്.